കയ്യിൽ ഈ പംകിനുമായിട്ട് പോകുന്നത് എങ്ങോട്ടേക്കാണെന്നല്ലേ? ഇന്ന് ഓഫീസിൽ പംകിൻ കാർവിംഗ് കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. ഐശ്വര്യമായിട്ട് ഒരു വൃത്തം വരച്ചങ്ങ് തുടങ്ങി. അങ്ങനെ അതിൻ്റെ തലഭാഗം തന്നെ വെട്ടിക്കളയാനുള്ള പരിപാടിയിലാണ് നമ്മൾ. അങ്ങോട്ടിട്ട് വലിയായി, ഇങ്ങോട്ടിട്ട് വലിയായി, കത്തിയായി, കുത്തലായി, അവസാനം അതിനകത്തുള്ള കുടൽമാല വരെ നമ്മൾ പുറത്തെടുത്ത് കളഞ്ഞു. അതിനുള്ളിലുള്ള എല്ലാ സീഡ്സും ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തിന് താജ്മഹൽ പണിയാൻ പോകുന്നത്. ഇനി നമ്മുടെ കഴിവിനനുസരിച്ച് ഇതിനകത്ത് എന്ത് വേണോ ചെയ്യാം. നമ്മൾ കുറേ വൃത്തം വരച്ചു, ചതുരം വരച്ചു, ത്രികോണം വരച്ചു, അത് ഓരോ കഷ്ണങ്ങളായി വെട്ടിയെടുത്തു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്ത് രൂപത്തിലായി വരുമെന്ന് തമ്പുരാൻ അറിയാം. കത്തിയും കടാരയുമായിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് എല്ലാവരും ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒടുവിൽ നമ്മളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് അതിനെ കുത്തിക്കീറാൻ ആരംഭിച്ചു. ഫോർക്കും കത്തിയും പിന്നെ പപ്പടം കുത്തിയും അങ്ങനെ വേണ്ട ആയുധങ്ങളെല്ലാം എടുത്ത് നമ്മൾ അതിനെ കാർവ് ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അവസാന ഘട്ടമായിട്ട് നമ്മൾ ചെയ്തത് പെയിൻറ്റിംഗ് ആണ്. ഇനി പെയിൻ്റ് അടിച്ചൊന്ന് പുട്ടിയടിച്ച് തന്നെ ഒന്ന് സുന്ദരനാക്കാമെന്ന് വിചാരിച്ചു. അവസാനം പെയിൻ്റ് അടിച്ചത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ നമ്മുടെ കണ്ണിലും മൂക്കിലും ഒക്കെ കുറച്ച് ബോർഡറും കൂടെ വരച്ച് നമുക്കതിൽ കുറച്ച് പെയിൻറ്റിങ്ങും ബാക്കി കുറച്ച് അറ്റകുറ്റപ്പണികളും കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ ഏകദേശം സംഭവം സെറ്റായിട്ടുണ്ട്. ആളിവിടെ റെഡിയായി കഴിയാറായിട്ടുണ്ട്, ഒരുങ്ങി ഇറങ്ങാറായിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പണി കഴിഞ്ഞ് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത ശേഷം ബാക്കിയുള്ളവരുടെ പണി എന്തായി നമുക്ക് പോയി നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ ബാക്കിയുള്ള എൻട്രീസ്. ഞാൻ പോടും, നിങ്ങളെ മുഖം വെച്ചിട്ട് ഞാൻ പോടും. ഇതാണ് നമ്മുടെ അടുത്ത ടീമിന്റെ. ഒന്ന് ചിരിക്കോ? ഷൂ ഒന്നും അനുവദിക്കത്തില്ല. മോന്റെ ഷൂ തന്നെ. എല്ലാ എൻട്രീസും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജ്മെൻറ്റിനുള്ള ടൈമായി. അങ്ങനെ ജഡ്ജ് വന്നു, എല്ലാവർക്കും നോക്കി ഇവാലുവേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഹീറോയുടെ കൂടെ വന്നൊരു ഫോട്ടോ എടുത്ത് പിരിഞ്ഞു.